തൃശൂർ വാർത്തകളിലേക്ക് സ്വാഗതം. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിൽ 6 താലൂക്കുകളിലായി ഇതുവരെ 96 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 1292 കുടുംബങ്ങളിലെ 3980 പേരാണ് ഇവയിൽ കഴിയുന്നത്. ഇതിൽ 1606 പുരുഷന്മാരും 1657 സ്ത്രീകളും 717 കുട്ടികളും ഉൾപ്പെടുന്നു. ജില്ലയിൽ മഴയും കാറ്റും വെള്ളക്കെട്ടും മഴ മുന്നറിയിപ്പ് തുടരുന്നതിനാലും സ്കൂളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നതിനാലും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായി വെള്ളിയാഴ്ച ജില്ലയിലെ അങ്കണവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ, വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. ചാവക്കാട് അതിതീവ്ര മഴയെ തുടർന്ന് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ തീരുമാനം. NK അക്ബർ MLA അധ്യക്ഷതയിൽ ചാവക്കാട് PWD റെസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് തീരുമാനം. അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാനും പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനം ഊർജിതപ്പെടുത്താനും ഭക്ഷണ വിതരണ സ്ഥാപനങ്ങളിൽ കർശനമായ പരിശോധനയ്ക്കും നിർദ്ദേശമുണ്ടായി. വയനാട്ടിലെ പ്രളയക്കെടുതിയിൽ ദുരിതത്തിലായവർക്ക് കൈത്താങ്ങായി 5 ലോഡ് അവശ്യ വസ്തുക്കളുമായുള്ള സംഘം ദുരിതബാധിത പ്രദേശത്തേക്ക്. പിക്കപ്പ് ട്രക്കറിലും ടെമ്പോ ട്രാവലറിലും ജീപ്പുകളിലുമായാണ് സാമഗ്രികളുമായി സംഘം പുറപ്പെട്ടത്. ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ അയ്യന്തോൾ കളക്ടറേറ്റിലെ അനക്സ് ഹാളിൽ ശേഖരിച്ച ദുരിതാശ്വാസ സാമഗ്രികൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ എത്തിക്കുന്നതിന് ആയിരങ്ങളാണ് പങ്കുചേർന്നത്. ചുരുങ്ങിയ സമയത്തിൽ ഒട്ടേറെ സംഭാവനകൾ എത്തി. വ്യത്യസ്ത മേഖലയിലുള്ളവർ യജ്ഞത്തിന്റെ ഭാഗമായി അവശ്യ വസ്തുക്കളുടെ ശേഖരണം താൽക്കാലികമായി നിർത്തിയതായി കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പാവറട്ടി കനത്ത മഴയിൽ ഡാമുകൾ തുറന്നതോടെ മലവെള്ളം കുതിച്ചെത്തി. എളവള്ളി, മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഒട്ടേറെ വീടുകൾ വെള്ളത്തിലായി. എളവള്ളി പഞ്ചായത്തിലെ വാഗ, കാക്കത്തുരുത്ത്, കണിയാംതുരുത്ത്, കോക്കൂർ, പണ്ടറക്കാട്, കണ്ടപ്പൻ ചീർപ്പ്, കൊച്ചിൻ ഫ്രോണ്ടിയർ, തോട് പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിലായി 300-ലധികം വീടുകളിലാണ് വെള്ളം കയറിയത്. മുല്ലശ്ശേരി പഞ്ചായത്തിൽ അന്നകര, ചിറക്കൽ, താഴം, ഏലവത്തൂർ, പേനകം, മധുക്കര, ഹനുമാൻകാവ് മേഖലകളിലായി 200-ലധികം വീടുകളിലും വെള്ളം കയറി. അകമല റെയിൽവേ പാളത്തിൽ കുത്തൊഴുക്കുണ്ടാകാൻ കാരണം മച്ചാട് വനത്തിലെ ഭരണിപ്പച്ച മലയിൽ ഉരുൾപൊട്ടലിന് സമാനമായ മലയിടിച്ചിൽ മൂലമെന്ന് വനപാലകർ. മലവെള്ളത്തിന്റെ ഉറവിടം തേടി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ പ്രദേശത്ത് റെയിൽ പാളത്തിന് മുകളിൽ കൂടി ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടാകുകയും റെയിൽ ഗതാഗതം പൂർണ്ണമായും നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. പഴയന്നൂർ ഗായത്രിപ്പുഴ കവിഞ്ഞൊഴുകി വൻ നാശനഷ്ടം. ചീറക്കുഴി ജലസേചന പദ്ധതിയുടെ റെഗുലേറ്ററും അനുബന്ധ കനാലും സമീപത്തെ റോഡും തകർന്നു. പാലക്കാട് ജില്ലയിലെ മംഗലം ഡാമിന് സമീപമുണ്ടായ ഉരുൾപൊട്ടലിൽ പുഴയിലേക്ക് വൻതോതിൽ വെള്ളം എത്തിയിരുന്നു. 2 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബസുന ബാലകൃഷ്ണൻ പറഞ്ഞു. മേപ്പാടി ഉരുൾപൊട്ടലിൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ ഡ്രോണിന്റെയും മറ്റ് സാങ്കേതിക വിദ്യകളുടെയും സഹായം തേടാനുള്ള ആലോചന. കർണാടക ഷിയൂർ ദുരന്തത്തിൽ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താൻ ഉപയോഗിച്ച ഡ്രോൺ വയനാട്ടിൽ എത്തിക്കാൻ തീരുമാനിച്ചു. നാളെ മുതൽ ഈ ഡ്രോൺ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ അവലോകന യോഗവും സർവകക്ഷി യോഗവും ചേർന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലെത്തി ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. ശതകോടികൾ മുടക്കി പണിത പുതിയ പാർലമെന്റ് മന്ദിരം ചോർന്നൊലിക്കുന്നതായി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്. ഡൽഹിയിൽ അതിശക്തമായ മഴയാണ്. ഈ മഴയത്താണ് 1 വർഷം മുൻപ് നിർമ്മിച്ച പാർലമെന്റ് മന്ദിരം ചോർന്നൊലിക്കുന്നത്. ചോർച്ചയുടെ വീഡിയോ സഹിതം അഖിലേഷ് എക്സിൽ കുറിപ്പിട്ടു. പാർലമെന്റിന്റെ ലോബിയിലുള്ള ചോർച്ചയാണ് വീഡിയോയിൽ കാണുന്നത്. തിരുവനന്തപുരം 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിന് 65 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും ശിക്ഷ. തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലാണ് പ്രതി രാഹുലിനെ തിരുവനന്തപുരം അതിവേഗ കോടതി ജഡ്ജി R രേഖ ശിക്ഷിച്ചത്. പിഴത്തുക കുട്ടിക്ക് നൽകണമെന്നും പിഴ അടച്ചില്ലെങ്കിൽ പ്രതി 8 മാസം കൂടി അധികം തടവ് അനുഭവിക്കണമെന്നും കോടതി വ്യക്തമാക്കി. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതി യാതൊരു ദയയും അർഹിക്കുന്നില്ലെന്നും കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടി. തകർന്നടിഞ്ഞ വയനാടിന് സഹായവുമായി താരദമ്പതികളായ നസ്രിയയും ഫഹദ് ഫാസിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപ ഇരുവരും ചേർന്ന് നൽകി. മമ്മൂട്ടി 20 ലക്ഷം, ദുൽഖർ 15 ലക്ഷം രൂപയും നൽകി.
ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.